ആരോഗ്യപരമായി കൂടി ക്ഷീണിച്ചതാണ് നമ്മൾ കൂടുതൽ ഗൗരവമായി എടുത്തിരുന്നത്. ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ കാര്യം കൂടി അദ്ദേഹം കണ്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങൾ പൊതുവെ അദ്ദേഹം ആരോടും പറഞ്ഞിരുന്നില്ല. അപ്പോ ഒരു സഹപ്രവർത്തകനെ നഷ്ടപ്പെടേണ്ടി വന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബം, 2 കുഞ്ഞുമക്കളാണ്. അവരുൾപ്പെടെയുള്ള കുടുംബത്തിനോട് പൂർണ്ണമായി നഗരസഭ ഒപ്പമുണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം. ഇന്ന് രാവിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ ആത്മഹത്യ ചെയ്ത വാർത്ത പുറത്തു വന്നിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് പുറത്തു വന്ന വിവരം. നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഏകദേശം 6 കോടി രൂപയുടെ പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഏതോ ഒരു സൊസൈറ്റിയിൽ നിന്ന് 6 കോടിയോളം രൂപ സാമ്പത്തിക ബാധ്യതയുണ്ടായി എന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകരുമായിട്ട് മുതിർന്ന നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരമുണ്ടായിരുന്നു എന്നുമാണ് വിഷയം. ഈ പണമെടുത്ത സൊസൈറ്റി BJPയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സൊസൈറ്റിയാണ് എന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ പിന്നീട് മാധ്യമപ്രവർത്തകരടക്കം എത്തിയപ്പോൾ ഈ സൊസൈറ്റിയുമായിട്ട് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള നിലപാടിലേക്ക് BJP എത്തി. പിന്നീട് മാധ്യമപ്രവർത്തകരെ അടക്കം ആക്രമിക്കുന്നതിലേക്കൊക്കെയാണ് BJP പ്രവർത്തകർ പോയത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. മേയർ പറയുന്നത് പ്രകാരം തന്റെ ഒരു സഹപ്രവർത്തകൻ നഷ്ടപ്പെട്ട ദുഃഖമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതൊക്കെ എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷമായിരിക്കും പ്രതികരിക്കാൻ പറ്റുക എന്നും നിലവിലത്തെ സാഹചര്യത്തിൽ കൗൺസിലറായ അനിൽകുമാറിന്റെ കുടുംബത്തിനൊപ്പമാണ് താൻ നിൽക്കുന്നത് എന്നുമാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത്. അതേസമയം തന്റെ ആത്മഹത്യാ കുറിപ്പിൽ BJPക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ കൗൺസിലർ ഓഫീസായിട്ടുള്ള തിരുമലയിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിലുള്ള ഓഫീസിലേക്ക് 8 മണിയോടെ അദ്ദേഹം എത്തുകയായിരുന്നു. അവിടെ എത്തിയതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് വിവരം. സംഭവത്തിൽ ഇദ്ദേഹം ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ആ കുറിപ്പിൽ പറയുന്നത് പ്രകാരം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പാർട്ടി തന്നെ കൈയൊഴിഞ്ഞു, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെ സഹായിക്കാൻ പാർട്ടി തയ്യാറായില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത്. അതേസമയത്ത് 6 കോടി രൂപയുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ ആ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്ന മറ്റൊരു വിഷയം എന്നുള്ളത് താനോ അല്ലെങ്കിൽ തന്റെ കുടുംബമോ ഈ ഒരു 6 കോടിയിൽ 1 രൂപ പോലും എടുത്തിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ പാർട്ടിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം കൂടെ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഈ 6 കോടി രൂപ എങ്ങോട്ടാണ്, ആർക്കാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് സൊസൈറ്റി ഈ പൈസ കൊടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അറിയാനുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ BJP കൃത്യമായിട്ടുള്ളൊരു വിവരമോ അല്ലെങ്കിൽ പ്രതികരണമോ നടത്തിയിട്ടില്ല. അതിനു പകരം മാധ്യമപ്രവർത്തകർ ഈ ഇങ്ങനെ ഒരു മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അവരെ ആക്രമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മരണം അതിലും വലിയ ദുരൂഹതകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഒരു സഹപ്രവർത്തകനായ കൗൺസിലറെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി പല വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ കൗൺസിലർമാരെയും വളരെ സ്നേഹത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അദ്ദേഹം ജീവനൊടുക്കിയതിൽ അതിയായ ദുഃഖവും അതുപോലെ തന്നെ വളരെ വിഷമവും വളരെ ഞെട്ടലും ഞങ്ങളെ സംബന്ധിച്ച്, നഗരസഭയുടെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അദ്ദേഹം വളരെ ആക്റ്റീവായി കൗൺസിലൊക്കെ പങ്കെടുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഞങ്ങൾക്കെതിരെയൊക്കെ ഉന്നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും കുറച്ചുനാളായി അദ്ദേഹം സജീവമായി കൗൺസിലൊക്കെ വരാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മേയർ എന്നുള്ള നിലയിലും ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ എന്ന നിലയിലും ഞങ്ങൾ 2 ആളും അദ്ദേഹത്തെ വിളിച്ച് വിവരം അന്വേഷിക്കുകയും അന്ന് അദ്ദേഹം അവസാനം നടന്ന കൗൺസിലിന് മുൻപായി ഞങ്ങളെ കാണാൻ വന്ന് ആരോഗ്യം ശരിയല്ല എന്നുള്ള തരത്തിലുള്ള സംസാരം നടത്തുകയും ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ മെഡിക്കൽ കോളേജ് പരിസരത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ആശുപത്രിയിൽ കാണിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങൾ നഗരസഭ തന്നെ ചെയ്തു നൽകാമെന്നും അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം 2 തവണ അദ്ദേഹത്തെ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടി ഡെപ്യൂട്ടി മേയർ അങ്ങോട്ട് വിളിച്ചെങ്കിലും അദ്ദേഹം സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങേ തിരിച്ചു വിളിക്കാം, ഇപ്പോൾ അസുഖം ഭേദമായി വരുന്നുണ്ട് എന്നൊക്കെയുള്ള മറുപടിയാണ് നമുക്ക് തന്നത്. എന്തായാലും ഇന്ന് രാവിലെ കേട്ട ഈ വാർത്ത ഞങ്ങളെ ആരെയും സംബന്ധിച്ചും ഒട്ടും സഹിക്കാൻ കഴിയുന്ന ഒരു വാർത്തയല്ല.
ഈ നഗരസഭാ കൗൺസിലിന്റെ പീരീഡിൽ ഇതിനു മുൻപ് 4 കൗൺസിലർമാർ ഇതുപോലെ അല്ലെങ്കിൽ പോലും അസുഖത്തെ തുടർന്ന് നമുക്ക് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഒരു സഹപ്രവർത്തകനെ നഷ്ടപ്പെടേണ്ടി വന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബം 2 കുഞ്ഞുമക്കളാണ്. അവൻ ഉൾപ്പെടെയുള്ള കുടുംബത്തിനോട് പൂർണ്ണമായി നഗരസഭ ഒപ്പം ഉണ്ടാകും എന്ന് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിൽ അദ്ദേഹം വിശദമായി പറഞ്ഞിരുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധയിലുണ്ട്. പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് അസുഖത്തെ കൂടി നീക്കുന്ന അദ്ദേഹം പണ്ടത്തേനേക്കാൾ അദ്ദേഹം ആരോഗ്യപരമായി കൂടി ക്ഷീണിച്ചതാണ് നമ്മൾ കൂടുതൽ ഗൗരവമായി എടുത്തിരുന്നത്. ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ കാര്യം കൂടി അദ്ദേഹം കണ്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങൾ പൊതുവെ അദ്ദേഹം ആരോടും പറഞ്ഞിരുന്നില്ല, മറ്റ് കൗൺസിലർമാരോട് പറഞ്ഞിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറച്ചു നാളെ അദ്ദേഹം വരാതിരുന്നു, കൗൺസിലൊക്കെ സജീവമല്ലാതിരുന്നപ്പോഴാണ് ഒരു സംശയം തോന്നി ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഞാൻ ആദ്യം വിളിച്ചപ്പോൾ അദ്ദേഹത്തിനെ കിട്ടിയിരുന്നില്ല. അപ്പൊ ഞാൻ മറ്റ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൗൺസിലർമാരോട് BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡറിനോട് ഉൾപ്പെടെ ഒരിക്കൽ ഞാൻ പറഞ്ഞു, അനിച്ചേറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാനും ഡെപ്യൂട്ടി മേയറും ഇരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പോയി അനിച്ചേറിനോട് പറഞ്ഞിട്ട് ഞങ്ങളെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യം, പ്രയാസം അദ്ദേഹം നേരിട്ടിരുന്നു എന്നൊക്കെ ഇന്നിപ്പോ വാർത്തയിലൂടെയൊക്കെയാണ് ഞങ്ങൾ അറിയുന്നത്. എന്തായാലും വലിയൊരു ദുഃഖമാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഇതിന് ശേഷം പറയേണ്ട കാര്യമല്ലേ. ഇപ്പോ നമ്മളെ സംബന്ധിച്ചിപ്പോ ബോഡി മോർച്ചറിയിലാണുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ശേഷം ചർച്ച ചെയ്യേണ്ടതും എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വിശദമായ വിവരങ്ങളൊക്കെ കിട്ടി എന്താണെന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഇതിന് ശേഷം പറയാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം സഹപ്രവർത്തകരോടൊപ്പം പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് മതിയായ സങ്കടമുണ്ട്, മാത്രമേ സൂചിപ്പിക്കാം.